ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സൂപ്പർ ഹീറോ സിനിമയാണ്. സൂപ്പർ സ്പീഡ്, സൂപ്പർ സ്ട്രെങ്ത്, പിന്നെ പറക്കാനും കഴിവുണ്ട്. ഒറ്റച്ചാട്ടത്തിന് അവന് ചന്ദ്രനിലേക്ക് എത്താൻ വരെ പറ്റും. പക്ഷെ ഇവരൊരു പ്രശ്നമുണ്ട്, ആള് മഹാ കള്ളൂടിയനാണ്. ഇങ്ങനെയുള്ള ഒരു സൂപ്പർ ഹീറോന്റെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 2008 റിലീസ് ചെയ്ത ഹാങ്കോക്ക്. നമ്മുടെ വിൽ സ്മിത്ത് ആണ് ഇതിലെ നായകൻ. കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ സിറ്റിയിൽ ഒരു പ്രശ്നം നടക്കുകയാണ്. ചില ആൾക്കാർ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരുടെ വാനിൽ വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചിട്ട് പോവാണ്. അവരെ ഫോളോ ചെയ്തുകൊണ്ട് പോലീസുകാരും വരുന്നുണ്ട്. എന്നാൽ പോലീസുകാരെ കാണുമ്പോൾ അവന്മാർ പോലീസുകാർക്ക് നേരെ ഇങ്ങനെ തുരുതുര വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്കാണെങ്കിൽ എത്ര നോക്കിയിട്ടും അവന്മാരെ പിടിക്കാനും പറ്റുന്നില്ല. ഇതേ സമയം തന്നെ നമ്മുടെ സൂപ്പർ ഹീറോ ഒപ്പം സിറ്റിയിൽ ഒരു ബെഞ്ചിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഇവന്റെ പേര് ജോൺ ഹാങ്കോക്ക് എന്നാണ്. ആളടിച്ച് നല്ല ഫിറ്റാണ്. ഈ സമയത്താണ് ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് അവനെ വിളിക്കുന്നത്. അവൻ എഴുന്നേക്കുകയും ചെയ്തു. ഈ സമയം ആ പയ്യൻ അവന്റെ അടുത്ത് പറയുന്നത്, എന്താണ് ഹാങ്കോക്ക്, ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാ? സിറ്റിയിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇത് ടിവിയിലേക്ക് നോക്ക്, സിറ്റിയിൽ മൊത്തത്തിൽ പ്രശ്നമാണ്, ബാഡ് ഗൈസ് ഇറങ്ങിയിട്ടുണ്ട്, നീ പോയിട്ട് അവരെ പിടിക്കാൻ നോക്ക് എന്നൊക്കെയാണ് ആ പയ്യൻ പറയുന്നത്. ഈ സമയം അവനാണെങ്കിൽ ആദ്യം അവിടുത്തെ ടിവിയിലേക്ക് ഒന്ന് നോക്കി. ഇപ്പൊ സിറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ടിവിയിൽ ഇങ്ങനെ ന്യൂസ് ആയിട്ട് കാണിക്കുകയാണ്. അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം അവൻ ആ പയ്യന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിനക്ക് വേറെ ഒരു പണിയും ഇല്ലേ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാങ്കോക്ക് ആ പയ്യൻ അവിടുന്ന് പറഞ്ഞുവിടാണ്. ഹാങ്കോക്ക് അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് കാണുമ്പോൾ ആ പയ്യൻ അവനെ ഒരു തെറിയും വിളിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. ആ പയ്യൻ വിളിച്ചത് കുട്ടികൾ വിളിക്കാൻ പാടില്ലാത്തൊരു തെറിയാണ്. പക്ഷെ അവൻ അങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റിയിലുള്ള ആർക്കും ഈ ഹാങ്കോക്കിന് ഇഷ്ടമല്ല. കാരണം അവന്റെ ഈ കുടിയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള നടത്തവുമാണ്. മാത്രമല്ല, അവൻ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം അവൻ നാശനഷ്ടം ഉണ്ടാക്കും. ആൾക്കാരുടെ സേഫ്റ്റി ഒന്നും അവൻ നോക്കത്തില്ല. ഇതുകൊണ്ടാണ് ആൾക്കാർക്കൊന്നും അവന് ഇഷ്ടമല്ലാത്തത്. അവനെ കാണുമ്പോഴൊക്കെ ആൾക്കാർ അവൻ ആ തെറിയാണ് വിളിക്കുന്നത്. ഇതൊക്കെ കുട്ടികളും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഹാങ്കോക്കിനെ കാണുമ്പോൾ കുട്ടികളും അതേ തെറി അവനെ വിളിക്കും. ഈ ഒരു തെറിവാക്ക് കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ശരിക്കും ദേഷ്യമാണ്. ഇപ്പൊ ആ കുട്ടി ആ തെറിയും വിളിച്ചിട്ട് അവിടുന്ന് പോയതുകൊണ്ട് അവന്റെ ഉറക്കമൊക്കെ പോയി. അവനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പി എടുത്തിട്ട് പെട്ടെന്ന് അവിടുന്ന് പറന്നു പോവാണ്. അങ്ങനെ അവൻ പോകുന്ന വഴിക്ക് കുറെ പക്ഷികളൊക്കെ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അവറ്റകളൊക്കെ തട്ടി മാറ്റിയിട്ട് പിന്നെയും മുന്നോട്ട് പറക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവന്റെ മുന്നിലൂടെ ഒരു വിമാനം വരുന്നത്. അത് കണ്ടതും അവൻ അവിടുന്ന് വെട്ടിച്ചു മാറി. എന്നിട്ട് ആ വിമാനത്തിന്റെ അടിഭാഗത്തോട് പറക്കാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പറക്കുന്ന സമയത്ത് അവൻ അവന്റെ കയ്യിലെ കുപ്പിയിലെ മദ്യം കുടിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവൻ അവിടെയുള്ള ഒരു സൈൻ ബോർഡ് ചെന്നിടിക്കുന്നത്. അതോടുകൂടെ അതൊക്കെ തകർന്നു പോവുകയും ചെയ്തു. അങ്ങനെ ആ സൈൻ ബോർഡ് തകർന്ന കഷ്ണങ്ങളും മൊത്തം അതിലെ പോകുന്ന പോലീസ് വണ്ടിയുടെ മേലേക്കാണ് ചെന്ന് വീഴുന്നത്. കുറെ പോലീസ് വണ്ടികളൊക്കെ തകരുകയും ചെയ്തു. അങ്ങനെ അവൻ നേരെ ആ കള്ളന്മാരുടെ വാൻ്റെ അടുത്തെത്തി. എന്നിട്ട് പെട്ടെന്ന് അവൻ ആ വണ്ടിയുടെ റൂഫ് മൊത്തം പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് കയറിയിരുന്നു. അവനെ കണ്ടതും ആ കള്ളന്മാർ അവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടെ അവന്റെ കയ്യിലെ കുപ്പിയും പൊട്ടിപ്പോയി. അവൻ ധരിച്ചിരിക്കുന്ന കൂളിംഗ് ഗ്ലാസും പൊട്ടിപ്പോയി. അവന്മാര് ഷൂട്ട് ചെയ്ത് അവൻ ശ്രമിച്ചു. കാരണം വെടിയുണ്ടയ്ക്കൊന്നും അവന്റെ ശരീരത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവന്റെ കയ്യിലെ കുപ്പി പൊട്ടിപ്പോയി. അത് അവന് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അവൻ ആ കാറിന്റെ ഫ്ലോറിലേക്ക് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. അതോടുകൂടെ ആ ഫ്ലോർ മൊത്തം തകർന്ന് അവന്റെ കാലിപ്പോ റോട്ടിലാണ്. അങ്ങനെ അവൻ ആ വണ്ടി അവിടെ പിടിച്ചു നിർത്തി. അതിനുശേഷം അവൻ ആ വണ്ടിയും പൊക്കിയെടുത്തിട്ട് മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. ആ വാനും കൊണ്ട് അവൻ പറക്കുന്ന സമയത്ത് ചില ബിൽഡിങ്ങിലൊക്കെ അവൻ ചെന്ന് ഇടിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഒരു ഹെലികോപ്റ്റർ അവന്റെ അടുത്തേക്ക് വരുന്നത്. പെട്ടെന്ന് അവന്റെ ശ്രദ്ധ മാറിയപ്പം അവന്റെ കയ്യിൽ നിന്ന് ആ വാൻ താഴേക്ക് വീണുപോയി. ആ വാനിനകത്തിരിക്കുന്ന കള്ളന്മാരൊക്കെ ഉറക്കെ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് തന്നെ താഴേക്ക് ചെന്നിട്ട് ആ വാൻ വീണ്ടും പിടിക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ ആ വാനുമായിട്ട് നേരെ പോകുന്നത് അവിടെ നല്ല ഉയരമുള്ളൊരു ബിൽഡിങ്ങിന്റെ അടുത്തേക്കാണ്. ആ ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് ഒരു കൂർത്ത സാധനമുണ്ട്. അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ ആ വാൻ എടുത്തിട്ട് ആ കൂർത്ത സാധനത്തിലേക്ക് ഇടുകയാണ്. അതോടുകൂടെ അത് ആ വാനിൽ തുളച്ചു കയറുകയും ചെയ്തു. ഇപ്പൊ ആ വാൻ ഇങ്ങനെ ആ കൂർത്ത സാധനത്തിൽ തൂങ്ങി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ നേരെ പോകുന്ന ബാറിലേക്കാണ്. ബാറിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ടിവിയിൽ ന്യൂസ് കാണിക്കുന്നുണ്ട്. റിപ്പോർട്ടർ പറയുന്നത് ഇന്ന് സിറ്റിയിൽ ഹാങ്കോക്ക് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചാണ്. മാത്രമല്ല, അവരെല്ലാവരും ഹാങ്കോക്കിനെ നല്ല രീതിയിൽ തെറി പറയുന്നുണ്ട്. കാരണം അത്രയും നാശനഷ്ടങ്ങൾ ഇന്ന് അവൻ സിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അവനെ സംബന്ധിച്ചിട്ട് ഇതൊന്നും അത്ര വലിയ പുത്തരിയൊന്നുമല്ല, എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഇവൾ ഈ ഹാങ്കോക്കിന്റെ ഒരു ഫാനാണ്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇവളുടെ കസിനെ ഒരിക്കലും ഇവൻ രക്ഷിച്ചിട്ടുണ്ട്. ഇന്നിപ്പം അവനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾ അതിൽ വിജയിക്കുകയും ചെയ്തു. ഹാങ്കോക്ക് അവളെയും കൂട്ടി ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം അവർ തമ്മിൽ പ്രണയിക്കാൻ തുടങ്ങി. എന്നാൽ അവള് വിചാരിച്ച പോലെ ആയിരുന്നില്ല. അവൻ ആ വീട് മൊത്തം പൊളിച്ചെടുക്കുന്നുണ്ട്. മാത്രമല്ല, അവള് ബെഡിൽ നിന്ന് തെറിച്ചു പോവുകയും ചെയ്തു. ഇതൊക്കെ കൂടെ ആവുമ്പോൾ അവൾക്ക് പേടിയാവാൻ തുടങ്ങി. അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബാത്റൂം എവിടെയാണ് എന്നാണ് അവള് ചോദിക്കുന്നത്. അവനാണെങ്കിൽ ബാത്റൂം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവള് ബാത്റൂമിലേക്ക് പോയി. എന്നാൽ കുറെ സമയം കഴിഞ്ഞിട്ടും അവൾ പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് അവൻ വാതിൽ തുറന്നു നോക്കി. ഈ സമയം അവൾ അവളുടെ കാറുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് അവൻ കാണുന്നത്. അത് കാണുമ്പോൾ അവന് വല്ലാത്തൊരു വിഷമമായി. ഇതാണ് ഇവന്റെ അവസ്ഥ. ഇവന്റെ അടുത്ത് ആരെങ്കിലും അടുത്ത് ഇടപഴകി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവൻ ഉപേക്ഷിച്ചിട്ട് പോവാണ്. അതാണ് അവൻ ഇത്ര സങ്കടം. അങ്ങനെ പിറ്റേ ദിവസമായി ഇനി കാണിക്കുന്നത് റയാൻ എന്ന് പറയുന്ന ഒരാളെയാണ്. ഇവനൊരു ചാരിറ്റി വർക്കറാണ്.
ഇന്നിപ്പം ഒരു മീറ്റിങ്ങിന് വേണ്ടി കുറച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ അവൻ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ മരുന്നുകളൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് അവര്. ഇപ്പൊ റയാൻ അവരുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ആശയം കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ സിമ്പല് കണ്ടില്ലേ, ഹാർട്ടിന്റെ സിമ്പല്, ഓൾ ഹാർട്ട് സിമ്പൽ എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഡക്ട്സിലൊക്കെ നിങ്ങൾ ഈ സിമ്പൽ ഒട്ടിച്ചു വെക്കണം. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിമ്പലുള്ള പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നുണ്ടെന്നാണ്. മാത്രമല്ല, തീരെ നിവൃത്തിയില്ലാത്തവർക്ക് നിങ്ങൾ ചില മരുന്നുകളൊക്കെ ഫ്രീയും കൊടുക്കണം എന്നാണ് റയാൻ അവരുടെ അടുത്ത് പറയുന്നത്. അവൻ പറയുന്നത് നല്ലൊരു ഐഡിയ ആണ്. കാരണം ചാരിറ്റിക്കും കൂടെ വേണ്ടിയാണെന്ന് അറിയുമ്പോൾ ആൾക്കാരൊക്കെ ഉറപ്പായിട്ടും ഈ സിമ്പൽ ഒട്ടിച്ച പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങും. അത് ഇവർക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ. എന്നാൽ മരുന്നൊക്കെ ഫ്രീ കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരങ്ങോട്ട് താല്പര്യം കാണിക്കുന്നില്ല. ഓരോരോ ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരതിൽ നിന്ന് ഒഴിവാവുകയാണ്. അങ്ങനെ റയാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അയാളുടെ വണ്ടിയുമായിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു റെയിൽവേ ക്രോസിൽ അയാൾ വണ്ടി നിർത്തി. എന്നാൽ അവിടെ നല്ല ബ്ലോക്കാണ്. ഗേറ്റ് അടച്ചിട്ടും ഇപ്പൊ ഗേറ്റിന്റെ അപ്പുറത്തായിട്ട് കുറെ വണ്ടി കിടക്കുന്നുണ്ട്. എന്നാൽ റയാന്റെ വണ്ടിയാണെങ്കിൽ റെയിൽ പാളത്തിന്റെ മുകളിലാണ്. അയാൾക്കിപ്പോ മുന്നോട്ട് എടുക്കാൻ പറ്റത്തില്ല, ബാക്കോട്ട് എടുക്കാൻ പറ്റത്തില്ല. അവിടെ മൊത്തം വണ്ടികളാണ്. ഈ സമയത്താണ് ട്രെയിൻ വരുന്നത്. റയാൻ എന്തൊക്കെ കാണിച്ചിട്ടും ആരും വണ്ടി മുന്നോട്ടും എടുക്കുന്നില്ല, ബാക്കോട്ടും എടുക്കുന്നില്ല. ഇനിയിപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ അയാൾക്ക് മറ്റൊരു നിവൃത്തിയുമില്ല. അങ്ങനെ വരുമ്പോൾ വണ്ടിയുടെ പണി തീരുകയും ചെയ്യും. അങ്ങനെ നിവർത്തിയില്ലാതെ അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ സമയം അയാൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല. അപ്പോഴേക്കും ട്രെയിൻ അയാളുടെ തൊട്ടടുത്തെത്തി. എന്നാൽ പെട്ടെന്നാണ് ഹാങ്കോക്ക് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ റയാന്റെ വണ്ടി മറിച്ച് അപ്പുറത്തേക്ക് ഇടുകയാണ്. അതോടുകൂടെ ട്രെയിൻ ആണെങ്കിൽ അവനെ വന്ന് ഇടിക്കുകയും ചെയ്തു. എന്നാൽ ട്രെയിൻ അവനെ വന്ന് ഇടിച്ചതും ആ ട്രെയിനിന്റെ മുൻഭാഗം മൊത്തം തകർന്നു പോവാണ്. അതോടുകൂടെ ട്രെയിൻ അവിടെ സ്റ്റോപ്പായി. ഈ സമയം റയാന്റെ വണ്ടി നേരെ ചെന്ന് വീണിരിക്കുന്നത് പ്രായമായ ഒരു സ്ത്രീയുടെ വണ്ടിയുടെ മുകളിലാണ്. അങ്ങനെ അയാളെ കഷ്ടപ്പെട്ട വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ട്രെയിൻ പെട്ടെന്ന് അവിടെ നിർത്തിയോണ്ട് അതിന്റെ പുറകിലത്തെ ബോഗികളൊക്കെ പാളം തെറ്റി റോഡിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഹാങ്കോക്കിനെ കാണുമ്പോൾ ആൾക്കാർ മൊത്തം അവന് ചുറ്റും കൂടി. എന്നിട്ട് ആൾക്കാരെല്ലാവരും ഇപ്പൊ അവനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് പറക്കാൻ കഴിവുള്ളതാണല്ലോ, പിന്നെ എന്തുകൊണ്ട് നീ ഈ വണ്ടിയുമായിട്ട് പറന്നു പോയില്ല? ഒരു ലേഡിയുടെ വണ്ടിയുടെ മുകളിലേക്കല്ല നീ ഇത് ഇട്ടത്, അവർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ അവന് നേരെ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് റയാൻ അങ്ങോട്ട് വരുന്നത്. റയാൻ ഇപ്പം അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇവനെങ്ങനെ തെറി പറയുന്നത്? ഞാനിപ്പോ ജീവനോടെ ഇല്ലേ? ഞാൻ മരിക്കേണ്ടതായിരുന്നു. എന്നെ ഇവൻ രക്ഷിച്ചു. അതുകൊണ്ട് ഇവൻ നല്ല കാര്യമാണ് ചെയ്തത്. ആ ലേഡിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടുത്തെ ആൾക്കാരെയൊക്കെ പിരിച്ചുവിടാണ്. അതിനുശേഷം അവൻ ഹാങ്കോക്കിന്റെ അടുത്ത് പറയുന്നത് എന്റെ വണ്ടി ഒന്നല്ല വീട്ടിലെത്തിച്ചേരുമെന്നാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹാങ്കോക്ക് ആ വണ്ടി എടുത്തിട്ട് റയാന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ആ വണ്ടിയുമായിട്ട് അവിടേക്ക് ലാൻഡ് ചെയ്തതിനു ശേഷം ഹാങ്കോക്ക് ആ വണ്ടി അപ്പുറത്തേക്ക് മാറ്റിയിട്ടു. ഈ സമയം റയാന്റെ മകൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് ആരോൺ എന്നാണ്. ഹാങ്കോക്കിനെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. കാരണം ഈ പയ്യൻ ഹാങ്കോക്കിന്റെ ഒരു ഫാനാണ്. ഈ സമയത്താണ് റയാന്റെ ഭാര്യയായ മേരി അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഹാങ്കോക്കിനെ കാണുമ്പോൾ അവൾക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൾ വല്ലാത്തൊരു നോട്ടമാണ് അവനെ നോക്കുന്നത്. അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് അവൾ ശ്രമിക്കുന്നത്. എന്നാൽ റയാന് ഹാങ്കോക്കിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലഞ്ചിന് റയാൻ ഹാങ്കോക്കിന് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇന്നത്തെ അവരുടെ ഫുഡ് നൂഡിൽസ് ആയിരുന്നു. ഈ ഹാങ്കോക്കിനെ സംബന്ധിച്ച് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ വലിച്ചു വാരി നൂഡിൽസ് കഴിക്കാൻ തുടങ്ങി. മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട്. മേരിക്കാണെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആരോൺ ഒരു കാര്യം പറയുന്നത്. അവന്റെ സ്കൂളില് മിഷേൽ എന്ന് പറഞ്ഞൊരു പയ്യൻ പഠിക്കുന്നുണ്ട്. ഏത് സമയവും അവൻ ഈ ആരോണിനെ ഉപദ്രവിക്കും. ആ ഒരു കാര്യമാണ് അവനിപ്പോ അവന്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നത്. എന്നാൽ അത് കേൾക്കുന്ന ഹാങ്കോക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ഒരാൾ ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ നീ ഒരിക്കലും വിട്ടുകൊടുക്കരുത്, തിരിച്ചു ശരിക്ക് പണി കൊടുക്കണം എന്നാണ് ഹാങ്കോക്ക് ആരോണിന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ ഹാങ്കോക്ക് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് മേരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കുട്ടികളുടെ അടുത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് മേരി ചോദിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഹാങ്കോക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്താണ് റയാൻ അവന്റെ അടുത്തേക്ക് വരുന്നത്. റയാൻ ഇപ്പൊ ഹാങ്കോക്കിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കൊരു കാര്യം അറിയോ? ഈ സിറ്റിയിലെ ആൾക്കാരൊക്കെ നിന്നെ വെറുത്തോണ്ടിരിക്കുകയാണ്. നീ ഒരു സൂപ്പർ ഹീറോ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളൊക്കെ നിന്നെ സ്നേഹിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നീ നിന്റെ സ്വഭാവം ഒന്ന് മാറ്റി, കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറ്. അങ്ങനെ വരുമ്പോൾ ആൾക്കാർ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. അതിന് വേണമെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം, നിനക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് റയാൻ ഒരു കാർഡ് എടുത്തിട്ട് ഹാങ്കോക്കിന് കൊടുക്കുന്നു. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് പറന്നു പോവാണ്. അങ്ങനെ സമയം രാത്രിയായി. മേരിയും റയാനും കൂടെ ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേരി ഇപ്പൊ റയാന്റെ അടുത്ത് പറയുന്നത് ഹാങ്കോക്കിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് അവനെ കുറിച്ച് ശരിക്കും അറിയാലോ. ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് അവനെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല അവൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ന്യൂസിൽ ഇങ്ങനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നാശനഷ്ടങ്ങൾ മാത്രമാണ് അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് നീ അവനുമായിട്ട് കൂട്ടുകൂടാൻ പോകുന്നത്? നീ അവനോട് കൂട്ടുകൂടുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെയാണ് മേരി റയാന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ റയാൻ ആണെങ്കിൽ അവൾ പറഞ്ഞ കാര്യമൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഇതേ സമയം തന്നെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് ഹാങ്കോക്ക് അവരുടെ വീടിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. മേരി അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അവനും വല്ലാതെ വിഷമം വരാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ ഹാങ്കോക്ക് അവന്റെ കയ്യിലുള്ള ഒരു ചെറിയ പെട്ടി എടുത്തു. അവനത് തുറക്കുമ്പോൾ അതിനകത്തൊരു സിനിമയുടെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. പഴയ സിനിമയാണ്, ഫ്രാങ്കൻസ്റ്റൈൻ എന്നാണ് ആ സിനിമയുടെ പേര്. അവൻ അതാണ് ഇപ്പൊ എടുത്തു നോക്കുന്നത്. ഇവൻ ഇത് നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാങ്കോക്കിന് ഒന്നും തന്നെ ഓർമ്മയില്ല ഇപ്പോൾ. അതായത് അവൻ ആരാണെന്നോ അവൻ എവിടെ ജനിച്ചതാണെന്നോ എങ്ങനെയാണ് അവൻ ഈ സൂപ്പർ പവർ കിട്ടിയതെന്നോ ഒരു കാര്യം ഓർമ്മയില്ല. അവനിപ്പോ ഒരു അംനേഷ്യയിലാണ്.
അവൻ ഓർമ്മയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റിനെ തുടർന്നിട്ട് അവനൊരു ഹോസ്പിറ്റലിൽ എഴുന്നേറ്റു. അവന്റെ തലയ്ക്കായിരുന്നു പണി കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് അവന്റെ ഓർമ്മ മൊത്തം നഷ്ടപ്പെട്ടത്. ആ സമയത്ത് അവന്റെ പോക്കറ്റിൽ നോക്കിയപ്പോൾ അവന് കിട്ടിയത് ഈ സിനിമാ ടിക്കറ്റ് ആണ്. ഒന്നല്ല 2 ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനിപ്പോൾ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവൻ ഇടയ്ക്കിടയ്ക്ക് ആ ടിക്കറ്റ് എടുത്ത് നോക്കാറുണ്ട്. ഇപ്പൊ അവനെ വല്ലാതെ അലട്ടുന്നത് തലേ ദിവസം രാത്രി മേരി പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവനൊരു കാര്യം തീരുമാനിച്ചു, ഇനി അങ്ങോട്ട് നന്നായേക്കാം. അതിനുവേണ്ടി അവൻ വേഗം തന്നെ റയാന്റെ ആ കാർഡ് എടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ റയാന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവൻ റയാന്റെ വീടിന്റെ മുറ്റത്തേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് പിള്ളേർ നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മിഷേൽ ഉണ്ടായിരുന്നു. ഈ മുടി നീട്ടിയ പയ്യനെ കണ്ടില്ലേ, ഇതാണ് മിഷേൽ. അങ്ങനെ അവൻ റയാന്റെ വീടിന്റെ മുമ്പിലേക്ക് ലാൻഡ് ചെയ്തപ്പം അവിടുത്തെ റോഡ് മൊത്തം പൊളിഞ്ഞുപോയി. ഇതെല്ലാം പിള്ളേരും കാണുന്നുണ്ട്. ഈ സമയം മിഷേൽ ഉണ്ടല്ലോ, അവൻ ഹാങ്കോക്കിനെ മറ്റേ തെറി വിളിക്കാൻ തുടങ്ങി. അത് കേട്ട ഹാങ്കോക്കിന് ശരിക്കും ദേഷ്യം വരുമെങ്കിലും അവൻ സ്വയം കൺട്രോൾ ചെയ്യാണ്. എന്നിട്ട് അവൻ മിഷേലിന്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്ത് തെറിയാണ് മിഷേലി വിളിക്കുന്നത്? നിങ്ങൾ കുട്ടികൾ ഇതുപോലത്തെ തെറി വിളിക്കാൻ പാടുണ്ടോ എന്നാണ് ഹാങ്കോക്ക് ചോദിക്കുന്നത്. അതേക്കുന്ന മിഷേൽ പറയുന്നത്, ഇവിടെയുള്ള എല്ലാവരും നിന്നെ ഈ തെറിയാണ് വിളിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് വിളിച്ചുകൂടാ എന്നാണ് അവന്റെ ചോദ്യം. അതും കൂടെ കേൾക്കുമ്പോൾ ഹാങ്കോക്കിന്റെ ദേഷ്യം കൂടുകയാണ്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഷേലിനെ പൊക്കിയെടുത്തിട്ട് മുകളിലേക്ക് ഒരു ഒറ്റ ഏറ് കൊടുക്കുന്നു. മിഷേൽ ആണെങ്കിൽ റോക്കറ്റ് വിട്ട പോലെ നിലവിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും റയാൻ അവന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ മുകളിലേക്ക് പോയ മിഷേൽ അതേ വേഗതയിൽ തന്നെ താഴേക്ക് വരികയാണ്. എന്നാൽ താഴേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ഹാങ്കോക്ക് അവനെ പിടിച്ചു. എന്നാൽ ചെറുക്കനാണെങ്കിൽ നല്ല പേടിച്ചിട്ടുണ്ട്. ഹാങ്കോക്ക് അവനെ താഴേക്ക് ഇറക്കി വിട്ടപ്പോൾ കരഞ്ഞുകൊണ്ടാണ് അവൻ അവിടുന്ന് പോകുന്നത്. ഈ സമയം റയാൻ ആണെങ്കിൽ ആ ചെറുക്കന്റെ അടുത്ത് കാണിച്ചതിന് ഹാങ്കോക്കിനെ കുറെ ചീത്തയും പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് റയാന്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ആ ആൾ ഹാർട്ട് സിമ്പിൾ ഉണ്ടല്ലോ, അത് ഫ്രെയിം ചെയ്തത് കുറെ എണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്നാണ് ഹാങ്കോക്ക് ചോദിക്കുന്നത്. ഈ സമയം റയാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ലോകത്തെ മൊത്തത്തിൽ നന്നാക്കി എടുക്കാൻ വേണ്ടി ഞാൻ പുതിയൊരു കൺസെപ്റ്റ് കണ്ടുപിടിച്ചതാണ്, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല, നീ അതൊക്കെ വിട് എന്ന് പറഞ്ഞിട്ട് അവൻ ഹാങ്കോക്കിന്റെ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ആദ്യത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അവിടെ ഏതോ ഒരു ഫ്ളാറ്റിൽ ഫയർ ആക്സിഡന്റ് ഉണ്ടായിട്ട് ഹാങ്കോക്ക് അവിടുത്തെ ആൾക്കാരെയൊക്കെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ അവിടെയുള്ള ചെറിയ കടയിലേക്കാണ് വന്നത്. ആ ഫയർ ആക്സിഡന്റിലുള്ള ആൾക്കാരെ രക്ഷിച്ച സമയത്ത് അവന്റെ ഡ്രസ്സൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. അതേ കോലത്തിലാണ് അവൻ ആ കടയിലേക്ക് വന്നത്. അത് ഐസ്ക്രീം ഒക്കെ വിൽക്കുന്ന ഒരു കടയായിരുന്നു. ഈ സമയം ആ ഏരിയയിലായിട്ട് കുറെ കുട്ടികൾ നിൽക്കുന്നുണ്ട്. അവന്റെ ആ രൂപമൊക്കെ കാണുമ്പോൾ കുട്ടികളാണെങ്കിൽ അവിടുന്ന് പേടിച്ചോടാണ്. ഇതാണ് ആദ്യത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് കടൽ തീരത്തായിട്ട് ഒരു വലിയ തിമിംഗലത്തിന്റെ ശരീരം അടിഞ്ഞിട്ടുണ്ട്. ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. ഈ സമയം ഹാങ്കോക്ക് അങ്ങോട്ട് വന്നു. എന്നാൽ അവൻ ആൾക്കാരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ആ തിമിംഗലത്തിനെടുത്തിട്ട് കടലിലേക്ക് തന്നെ ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. എന്നാൽ ആ തിമിംഗലം നേരെ ചെന്ന് വീണത് അതിലെ പോകുന്ന ഒരു ബോട്ടിന്റെ മുകളിലേക്കായിരുന്നു. അതോടുകൂടി ആ ബോട്ടും തകർന്നുപോയി. ഈ 2 വീഡിയോസ് ആണ് റയാൻ ഇപ്പൊ ഹാങ്കോക്കിന് കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നീ ഇതുപോലെയാണ് ഇടപെടേണ്ടത്, കുറച്ച് റെസ്പോൺസിബിൾ ആയിക്കൂടെ നിനക്ക്. ആദ്യത്തെ വീഡിയോയിൽ തന്നെ നീ കാരണം ഒരുപാട് പിള്ളേര് പേടിച്ചോടി. രണ്ടാമത്തെ വീഡിയോയിൽ ഒരു ബോട്ടും തകർന്നുപോയി. ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, നീ ഒരു സൂപ്പർ ഹീറോനെ പോലെ ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ട് ചില സൂപ്പർ ഹീറോസിന്റെ ഫോട്ടോസ് ഒക്കെ റയാൻ അവന് കാണിച്ചു കൊടുത്തു. ഈ സമയമാകുമ്പോഴേക്കും മേരി അങ്ങോട്ട് എത്തി. ഈ റയാൻ വീണ്ടും അവൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് മേരിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ താൻ പറഞ്ഞതുകൊണ്ടൊന്നും റയാൻ കേൾക്കത്തില്ല എന്ന കാര്യം മേരിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനും പോകുന്നില്ല. ഈ സമയത്താണ് അവിടെ ന്യൂസ് കാണിക്കുന്നത്. ന്യൂസിലും ഹാങ്കോക്കിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണ് പറയുന്നത്. ഇതിനൊക്കെ ശേഷം റയാൻ ഇപ്പൊ ഒരു തീരുമാനം എടുത്തു. റയാൻ ഇപ്പൊ ഹാങ്കോക്കിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസുകാരൊക്കെ നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ നീ പിടികൊടുക്കത്തില്ല എന്ന കാര്യം അവർക്ക് അറിയാം. പക്ഷെ ഞാൻ പറയുന്നത് നീ പിടികൊടുക്ക്, എന്നിട്ട് കുറച്ച് ദിവസം ജയിലിൽ പോയി നിൽക്ക്. നിന്നെ പുറത്തിറക്കേണ്ട കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നീ ജയിലിൽ പോയിട്ട് പുറത്തു വരുമ്പോൾ പിന്നീട് നീ നന്നായാൽ മതി. അതിനുശേഷം ഞാൻ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആൾക്കാരൊക്കെ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. നിന്നെ ശരിയാക്കിയെടുക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നാണ് റയാൻ പറയുന്നത്. ആദ്യം അതിനെ സമ്മതിക്കത്തില്ലെങ്കിലും റയാൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ ഹാങ്കോക്ക് അതിനെ സമ്മതിക്കുകയാണ്. അങ്ങനെ റയാന്റെ നിർദ്ദേശപ്രകാരം ഹാങ്കോക്ക് ഒരു പ്രസ് മീറ്റ് വിളിച്ചു. എന്നിട്ട് അവൻ ചെയ്ത തെറ്റുകളൊക്കെ ആ പ്രസ് മീറ്റിൽ ഏറ്റുപറയാണ്. മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് എന്ന കാര്യവും വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഉടനെ തന്നെ പോലീസുകാരൊക്കെ വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അവനെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവൻ ജയിലിലേക്ക് കയറി കഴിയുമ്പോഴാണ് ഒരു കൂട്ടം തടവുപുള്ളികൾ അവന്റെ അടുത്തേക്ക് വരുന്നത്. ഇവന്മാരെ എല്ലാവരെയും ഈ ഹാങ്കോക്ക് കാരണമാണ് ജയിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനുമായിട്ടൊരു ഫൈറ്റിനാണ് അവന്മാരെല്ലാവരും ഒരുങ്ങുന്നത്. ഈ കൂട്ടത്തിൽ നല്ല സൈസ് ഉള്ള ഒരുത്തനുണ്ട്. അവനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഹാങ്കോക്കിന് പണി കൊടുത്തിട്ടേ മതിയാവൂ എന്ന വാശിയിൽ നിൽക്കുകയാണ് അവൻ. ആദ്യമൊക്കെ ഹാങ്കോക്ക് അവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹാങ്കോക്കിന്റെ കയ്യിൽ നിന്ന് നീട്ടി കിട്ടിയേ അടങ്ങൂ എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് അവൻ. അത് മനസ്സിലാക്കി ഉടനെ തന്നെ ഹാങ്കോക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിൽക്കുന്ന വേറൊരുത്തിനെ പിടിച്ചിട്ട് അവന്റെ മൂട്ടിനകത്തേക്ക് ഇടിച്ചു കയറ്റുകയാണ്. അങ്ങനെ അവന്റെ തല ഇപ്പം ആ സൈസുള്ള അവന്റെ മൂട്ടിൽ കുടുങ്ങി. അവനിപ്പോ ഒന്ന് തിരിയാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി റയാൻ ഇപ്പൊ ഹാങ്കോക്കിനെ കാണാൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഹാങ്കോക്ക് തലേ ദിവസം ഉണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ചൊക്കെ റയാൻ അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അവന്റെ ജയിലിൽ നിൽക്കുന്ന കാലാവധി അവന്മാർ 8 വർഷമായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് റയാൻ ഇപ്പൊ ഹാങ്കോക്കിന്റെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുന്ന ഹാങ്കോക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പോ സംസാരിക്കുന്നത് ഒരു ഗ്ലാസിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്നിട്ടാണ്. ഹാങ്കോക്ക് അവന്റെ നഖം വെച്ചിട്ട് ആ ഗ്ലാസ്സിൽ ഒരു വട്ടം വരച്ചു. അതോടുകൂടെ ആ ഗ്ലാസിന്റെ ആ ഭാഗം വട്ടത്തിൽ മുറിഞ്ഞുപോയി. അങ്ങനെ അത് മുറിച്ചതിന് ശേഷം ഹാങ്കോക്ക് റയാന്റെ അടുത്ത് ചോദിക്കുന്നത്, അപ്പൊ നീ പറയുന്നത് 8 വർഷം ഞാൻ ഈ ജയിലിൽ നിൽക്കണം എന്നാണോ? ഹാങ്കോക്ക് അത് ചോദിക്കുമ്പോൾ റയാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 8 വർഷം എന്നുള്ളതൊക്കെ ഒരു നമ്പർ മാത്രമാണ്.
4 വർഷം നീ ഇവിടെ നിന്നാ മതി. നീ നല്ല നടപ്പാണെന്നുണ്ടെങ്കിൽ ഈ 4 വർഷം കൊണ്ട് തന്നെ അവർ നിന്നെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യും. മാത്രമല്ല ഇപ്പൊ നീ ജയിലിലായതുകൊണ്ട് സിറ്റിയിൽ ഇപ്പൊ ക്രൈം റേറ്റ് ഒക്കെ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പോലീസുകാർക്കും അതൊരു തലവേദനയായിരിക്കാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിന്നെ റിലീസ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് റയാൻ പറയുന്നത്. എന്നാൽ ഹാങ്കോക്ക് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് അവിടുത്തെ വാതിൽ മൊത്തം പൊളിച്ചെടുത്തു. അതിനുശേഷം ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് അവൻ ശ്രമിക്കുന്നത്. എന്നാൽ അവൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും റയാൻ അവന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് കുറെ സമയം എടുത്തിട്ട് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ആ ജയിലിന്റെ അകത്ത് തന്നെ ആക്കി. അങ്ങനെ അന്ന് രാത്രി റയാനും മേരിയും കൂടെ അവന്റെ വീട്ടിലിരുന്നിട്ട് ന്യൂസ് കാണാണ്. ഇപ്പൊ സിറ്റിയിൽ വർദ്ധിച്ചുകൊണ്ട് വരുന്ന ക്രൈം റേറ്റ്സിനെ കുറിച്ചൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. മാത്രമല്ല ഹാങ്കോക്ക് ജയിലിലായതുകൊണ്ടാണ് സിറ്റിയിൽ ഇത്രയും ക്രൈം റേറ്റ് ഉയരാൻ കാരണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ റയാന് ശരിക്കും പ്രതീക്ഷയായി. ഈ ഒരു കാരണം കൊണ്ട് അവർ ഹാങ്കോക്കിന് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നവന് ഉറപ്പായി. ഇതെല്ലാം മേരിയും ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആരോണിനെയും കൂട്ടിയിട്ട് ഹാങ്കോക്കിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവാണ്. അവന് ഇഷ്ടപ്പെട്ട ആ നൂഡിൽസ് അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവർ ഹാങ്കോക്കിന്റെ അടുത്ത് എത്തിയിട്ട് ആ നൂഡിൽസ് അവൾ അവന് കഴിക്കാൻ കൊടുത്തു. അവനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു കാര്യം അവന്റെ അടുത്ത് പറയുന്നുണ്ട്. നിന്റെ കാര്യത്തില് റയാന് നല്ല പ്രതീക്ഷയുണ്ട്. അവനൊരു നല്ല മനുഷ്യനാണ്. വെറുതെ നീ അവന്റെ പ്രതീക്ഷയൊന്നും തെറ്റിക്കാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് നീ ഇവിടെ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൾ ആരോണിനെയും കൂട്ടി അവിടുന്ന് പോവാണ്. അവളും കൂടെ അങ്ങനെ പറഞ്ഞപ്പം ഇനി നല്ല കുട്ടിയായിട്ട് നടക്കാം എന്ന് ഹാങ്കോക്കും തീരുമാനിച്ചു. അങ്ങനെ വീണ്ടും ഒരു ദിവസം റയാൻ ഹാങ്കോക്കിനെ കാണാൻ വന്നു. ഇത്തവണ വന്നപ്പം ഒരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു സ്യൂട്ടായിരുന്നു. ഇപ്പൊ ഹാങ്കോക്ക് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവന് ഇഷ്ടം പോലെ സൂപ്പർ ഹീറോ പരിപാടികളിൽ ഏർപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ആ സ്യൂട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ആ സ്യൂട്ടൊക്കെ കൊടുത്തതിന് ശേഷം റയാൻ അവിടുന്ന് പോയി. ഹാങ്കോക്ക് ഇപ്പം അവിടുത്തെ ജയിൽ പുള്ളികളുടെ കൂടെ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ ബോൾ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞപ്പം അത് ആ ജയിലിന്റെ വെളിയിലേക്ക് തെറിച്ചുപോയി. അത് കണ്ടതും അവൻ ഒറ്റ ചാട്ടത്തിന് തന്നെ ആ ജയിലിന്റെ വേലിയൊക്കെ ചാടി കടന്നിട്ട് അപ്പുറത്തേക്ക് എത്തി. അവൻ അപ്പുറത്തേക്ക് പോയത് കാണുമ്പോൾ അവിടുത്തെ ജയിൽ പുള്ളികളൊക്കെ ബഹളം വെക്കാൻ തുടങ്ങി. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷ തെറ്റി. അവൻ ആ ബോൾ എടുത്തിട്ട് ആ ജയിലിന്റെ അകത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം ഒരു കാരണവശാലും റയാൻ പറഞ്ഞതിന് അപ്പുറമായിട്ട് അവൻ പ്രവർത്തിക്കാൻ പാടില്ല. അത് അവനിപ്പോ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ അവന്റെ സെല്ലിൽ കിടക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. അയാളിപ്പോ ഹാങ്കോക്കിന്റെ അടുത്ത് പറയുന്നത് സിറ്റിയിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഉടനെ തന്നെ നിന്നോട് സിറ്റിയിലേക്ക് വരാനാണ് പോലീസിന്റെ ചീഫ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അയാൾ അറിയിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവനൊരു പ്രതീക്ഷയായി. നല്ലവനായതിനു ശേഷം അവന് കിട്ടിയ ആദ്യത്തെ മിഷനാണ് ഇത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം എന്നവന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആദ്യം മൊത്തത്തിലൊന്ന് ഷേവ് ചെയ്യാണ്. ഇതേസമയം തന്നെ സിറ്റിയിലാണെങ്കിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. കുറെ കൊള്ളക്കാര് ഒരു ബാങ്കിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. പോലീസുകാരെല്ലാം ബാങ്കിന്റെ പുറത്ത് നിൽക്കുകയാണ്. അവർ തമ്മിൽ ഒരു കിടിലൻ ഷൂട്ടൗട്ടാണ് അവിടെ നടക്കുന്നത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പോലീസുകാർക്ക് ആ കള്ളന്മാരെ പിടിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ഹാങ്കോക്ക് അങ്ങോട്ട് പറന്നു വരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ പോലീസുകാരുടെ മുന്നിലേക്ക് ലാൻഡ് ചെയ്തു. അവൻ മുഴുവനായിട്ട് അവന്റെ രൂപത്തിലൊക്കെ മാറ്റം വരുത്തി റയാൻ കൊടുത്ത സ്യൂട്ട് കൊണ്ടിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല സാധാരണ ലാൻഡ് ചെയ്യുമ്പം അവൻ അവിടെയൊക്കെ ഇടിച്ചു പൊളിക്കുന്നതാണ്. എന്നാൽ ഇത്തവണ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവൻ അവിടെ ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് എല്ലാവർക്കും ശരിക്കും അത്ഭുതമായി. അങ്ങനെ അവൻ പോലീസുകാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കി. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഒരു പോലീസുകാരൻ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 കള്ളന്മാര് ആ ബാങ്കിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. അവരിപ്പം ബാങ്കിലുള്ള ആൾക്കാരെയൊക്കെ ഹോസ്റ്റേജസ് ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഒരു കുഴപ്പവും പറ്റാതെ വേണം ഇവിടുത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എന്നാണ് പോലീസുകാർ അവന്റെ അടുത്ത് പറയുന്നത്. അവനാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ വേഗം തന്നെ ആ ബാങ്കിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ബാങ്കിന്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അവിടെയുള്ള പോലീസുകാരൊക്കെ അവിടുത്തെ കള്ളന്മാർക്ക് നേരെ വെടിവെക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ലേഡി പോലീസ് ഓഫീസർ അവിടെ ഒരു കാറിന്റെ അടുത്ത് പെട്ടിരിക്കുകയാണ്. കള്ളന്മാരിങ്ങനെ തുരുതുരാ വെടിവെക്കുന്നതുകൊണ്ട് അവൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ സാധിക്കുന്നില്ല. ഹാങ്കോക്ക് നേരെ അവളുടെ അടുത്തേക്കാണ് പോയിരുന്നത്. എന്നിട്ട് അവളെയും അവളുടെ കൂടെ ആ കാറും പൊക്കിയെടുത്ത് നടക്കാൻ തുടങ്ങി. ഈ സമയം പോലീസുകാർ അവനെ നേരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ കാർ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വെടി മൊത്തം ആ കാറിനാണ് കൊള്ളുന്നത്. അങ്ങനെ വളരെ സേഫ് ആയിട്ട് തന്നെ അവൻ ആ ലേഡി ഓഫീസറെ ബാക്കിയുള്ള പോലീസുകാരുടെ അടുത്തേക്ക് എത്തിച്ചു. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ ബാങ്കിന്റെ അകത്തേക്ക് പോവാണ്. അങ്ങനെ ബാങ്കിന്റെ അകത്തേക്ക് എത്തിയതിനു ശേഷം ആ കള്ളന്മാരുടെ ലീഡറെ ഒഴികെ ബാക്കി എല്ലാവരെയും അവൻ അവന്റെ സൂപ്പർ സ്പീഡിൽ വെളിയിലേക്ക് ഇറക്കി. ഇപ്പൊ ആ ലീഡർ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. അങ്ങനെ ഹാങ്കോക്ക് അവന്റെ മുന്നിലേക്ക് വരുമ്പോൾ ആ ലീഡർ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ എന്റെ കയ്യിലുള്ള ഈ ഡെറ്റനേറ്റർ കണ്ടില്ലേ? ഈ ഹോസ്റ്റേജസിന്റെ ഒക്കെ ശരീരത്തിൽ ബോംബുണ്ട്. ഞാൻ ഇതിലെ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്തായാലും നീ ഇവിടം വരെ വന്നതല്ലേ, അതുകൊണ്ട് ഈ ബാങ്കിന്റെ വോൾട്ട് തകർത്തിട്ട് ഇതിനകത്തെ പൈസ മുഴുവൻ നീ എനിക്ക് എടുത്തു തരണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് മൊത്തത്തിൽ ഞാൻ തകർത്ത് കളയും എന്നാണ് ആ കള്ളം പറയുന്നത്. എന്നാൽ അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാങ്കോക്ക് ആണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ലൈറ്റിന്റെ ഒരു ഭാഗം എടുത്തു. അതിങ്ങനെ വട്ടത്തിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവനിപ്പോ അവന്റെ നഖം വെച്ചിട്ട് അതിന് മൂർച്ച കൂട്ടാണ്. അങ്ങനെ അത് മൂർച്ച കൂട്ടിയെടുത്തതിന് ശേഷം ആ കള്ളന് നേരെ ഒരൊറ്റ ഏറ് കൊടുക്കുന്നു. പിന്നീട് പോലീസുകാർ നോക്കുമ്പോൾ കാണുന്നത് അവൻ ആ ഹോസ്റ്റേജസിനെയും കൂട്ടിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. അവന്റെ കയ്യിൽ ആ കള്ളന്റെ കൈപ്പത്തിയുണ്ട്. അതിലാണ് ആ ബോംബിന്റെ റിമോട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവൻ ആ കൈപ്പത്തി അടക്കം റിമോട്ടും ആ പോലീസുകാരനെ ഏൽപ്പിച്ചു. ഇതെല്ലാം കാണുമ്പോൾ അവിടെ കൂടി നിൽക്കുന്നവരെല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. സാധാരണ ഹാങ്കോക്കിനെ കാണുമ്പോൾ അവർ കൂവാറാണ് പതിവ്. എന്നാൽ ഇത്തവണത്തെ മിഷൻ അവൻ വളരെ ക്ലീൻ ആയിട്ടാണല്ലോ ചെയ്തു തീർത്തത്. ബാക്കിയുള്ള ആർക്കും ഒരു കുഴപ്പം അവൻ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ കൈയടിക്കുന്നത്. ഹാങ്കോക്കിനെ സംബന്ധിച്ച് അവന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് സന്തോഷമായി. അങ്ങനെ എല്ലാവരും ഒന്ന് നോക്കിയതിനു ശേഷം അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പറന്നു പോവാണ്.
ഇതേ സമയം തന്നെ വീട്ടിലിരുന്നു കൊണ്ട് റയാനും ഈ കാര്യങ്ങളൊക്കെ ന്യൂസിൽ കാണുന്നുണ്ട്. ഹാങ്കോക്ക് വളരെ ഡീസന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ അവനിങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഹാങ്കോക്കിന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ഹാങ്കോക്കിന്റെ കൂടെ റയാനും മേരിയും വന്നിട്ടുണ്ട്. അങ്ങനെ അവരവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയത്താണ് ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പരസ്പരം ഷെയർ ചെയ്യുന്നത്. ആദ്യം സംസാരിക്കുന്നത് റയാനാണ്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മകൻ ആരോൺ ഉണ്ടല്ലോ, അത് മേരിയുടെ മകനല്ല, അത് അവന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണ്. ആരോൺ ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവൾ മരിച്ചു പോവുകയും ചെയ്തു. പിന്നീടാണ് അവൻ മേരിയെ കാണുന്നതും പരിചയപ്പെടുന്നൊക്കെ. അങ്ങനെ അവര് തമ്മിൽ ഇഷ്ടത്തിലായി, മാത്രമല്ല കല്യാണം കഴിക്കുകയും ചെയ്തു. ഈ കാര്യമാണ് റയാൻ ഇപ്പൊ ഹാങ്കോക്കിന്റെ അടുത്ത് പറയുന്നത്. അതിനുശേഷം അവന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് റയാൻ ഇപ്പൊ ഹാങ്കോക്കിന്റെ അടുത്ത് ചോദിക്കുന്നത്. അതായത് അവൻ എവിടെ നിന്ന് വന്നാണ്, എങ്ങനെയാണ് അവൻ ഈ പവറുകളൊക്കെ കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ സമയം ഹാങ്കോക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ റയാനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഹാങ്കോക്കിന് ഒരുപാട് വയസ്സ് പ്രായമുണ്ട്. അവൻ എത്ര പ്രായമുണ്ട് എന്ന കാര്യം അവന് പോലും അറിയത്തില്ല. അവൻ ആകെ ഓർമ്മയുള്ളത് ആ ഹോസ്പിറ്റലിൽ കടന്ന കാര്യമാണ്. അതും 80 വർഷങ്ങൾക്ക് മുമ്പ്. 80 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റി അവൻ ഹോസ്പിറ്റലായി. പിന്നീട് അവന് ബോധം വരുമ്പോൾ അവനുമായി ബന്ധപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല അവിടെ. മാത്രമല്ല അവന്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. അവൻ നോക്കിയപ്പോൾ അവന്റെ പോക്കറ്റിൽ അവൻ കണ്ടത് ഫ്രാങ്കൻസ്റ്റൈന്റെ 2 സിനിമാ ടിക്കറ്റുകൾ മാത്രമാണ്. ഈ കാര്യം മാത്രമേ അവന് ഓർമ്മയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെയാണ് ഹാങ്കോക്ക് അവരുടെ അടുത്ത് പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മേരിക്ക് വല്ലാത്തൊരു വിഷമമാണ് വരുന്നത്. ഹാങ്കോക്കിന് ആരുമില്ലാന്നൊക്കെ കേൾക്കുമ്പോൾ അവളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തി. റയാനാണെങ്കിൽ നല്ല പോലെ മദ്യപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹാങ്കോക്ക് അവനെ പൊക്കിയെടുത്തിട്ട് റയാന്റെ റൂമിൽ കൊണ്ടാക്കുകയാണ്. അതിനുശേഷം അവൻ ആ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം മേരിയാണ് ഈ കിച്ചണിൽ നിൽക്കുന്നുണ്ട്. എന്തോ അവൾക്കിപ്പോ ഹാങ്കോക്കിനോട് വല്ലാത്തൊരു ഇഷ്ടം. അവനൊന്ന് കിസ് ചെയ്യണം എന്നവൾ ആഗ്രഹിക്കുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പരുങ്ങുന്ന കാണുമ്പോൾ അത് ഹാങ്കോക്കിന് മനസ്സിലായി. മാത്രമല്ല ഹാങ്കോക്കിന് അവളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ചെന്നിട്ട് അവളെ കിസ് ചെയ്യാണ്. എന്നാൽ ഇവിടെയാണ് ഒരു കിടിലൻ ട്വിസ്റ്റ്. അവൻ കിസ് ചെയ്ത് കഴിഞ്ഞതും മേരി ഹാങ്കോക്കിനെ പൊക്കിയെടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. ആ വീടിന്റെ ഒരു ഭാഗം മൊത്തം തകർത്തിട്ട് അവൻ ദൂരേക്കാണ് തെറിച്ചു പോകുന്നത്. അങ്ങനെ അവൻ നേരെ തെറിച്ചു വീഴുന്നത് അവിടെയുള്ള ഒരു കാറിന്റെ മുകളിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു കാര്യം ക്ലിയർ ആണ്. അതായത് മേരിക്കും ഹാങ്കോക്കിനെ പോലത്തെ പവറുകളുണ്ട്. അത് മനസ്സിലായതും ഹാങ്കോക്കിനൊരു ഞെട്ടലായിരുന്നു. ഈ സമയത്താണ് മേരി അവന്റെ അടുത്തേക്ക് വരുന്നത്. അവളിപ്പോ അവന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങൾ എങ്ങനെ റയാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പണി ഞാൻ അതോടെ തീർക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. ഹാങ്കോക്ക് ആണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അന്തം വിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മേരിയും റയാനും ഇപ്പൊ അവരുടെ വീട്ടിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഹാങ്കോക്ക് അങ്ങോട്ട് വരുന്നത്. മേരി ആരാണെന്നുള്ള കാര്യം അവൻ അറിയണം. അത് ചോദിക്കാനാണ് അവനിപ്പോ അങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ റയാൻ അവിടെ ഉണ്ടല്ലോ. എന്നാൽ ഈ സമയത്താണ് റയാൻ ഒരു കോൾ വരുന്നത്. അവനാണെങ്കിൽ ഫോണും എടുത്തിട്ട് അവിടുന്ന് മാറുകയും ചെയ്തു. ഈ സമയം ഹാങ്കോക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർക്ക് എടുത്തിട്ട് മേരിയുടെ പുറത്തൊന്ന് കുത്തി നോക്കി. അവനത് കുത്തിയതും ഫോർക്കാണെങ്കിൽ വളഞ്ഞു പോവുകയും ചെയ്തു. മാത്രമല്ല അവനൊരു ചപ്പാത്തി വരത്തുന്ന കോലെടുത്തിട്ട് അവളുടെ തലയിൽ ഒരു അടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവക്കൊന്നും പറ്റുന്നില്ല. ആ ചപ്പാത്തി കോല് പൊടിഞ്ഞു പോവാണ്. ഇതിൽ നിന്നൊക്കെ അവളും തന്നെ പോലെയാണ് എന്ന കാര്യം അവന് കൺഫേം ആയി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തതിനു ശേഷം ഹാങ്കോക്ക് മേരിയുടെ അടുത്ത് ചോദിക്കുന്നത്, നീ ആരാണ്, എനിക്കത് അറിഞ്ഞേ പറ്റൂന്നാണ്. അതേക്കുന്ന മേരി പറയുന്നത്, നീ ഇപ്പൊ തൽക്കാലം വീട്ടിലേക്ക് പോ, ഇപ്പൊ ഇവിടെ റയാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊന്നും നിന്നോട് പറയാൻ പറ്റത്തില്ല, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം എന്നാണ് അവള് പറയുന്നത്. ഇതേ സമയം തന്നെ ജയിലിലാണെങ്കിൽ ഇപ്പൊ ഹാങ്കോക്ക് പിടിച്ചു കൊടുത്ത ആ കള്ളന്മാരുണ്ടല്ലോ, അവന്മാരെല്ലാവരും കൂടെ ഹാങ്കോക്കിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയുള്ള ചർച്ചയിലാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. മേരി ഇപ്പം ഹാങ്കോക്കിനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയം അവൻ വീണ്ടും അവളുടെ അടുത്ത് അതേ ചോദ്യം തന്നെ ചോദിച്ചു, നീ ആരാണ്, എന്നെ കുറിച്ച് നിനക്ക് എന്താണ് അറിയാവുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൾ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ജീവിക്കുന്നവരാണ്. ആ സമയത്ത് നമ്മൾ അറിയപ്പെട്ടിരുന്നത് ഗോഡ്സ്, ഏഞ്ചൽസ് എന്നൊക്കെയാണ്. എന്നാൽ ഇപ്പൊ നമ്മളെ വിളിക്കുന്നത് സൂപ്പർ ഹീറോസ് എന്നാണ്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചുപോയി. ഇനി നമ്മൾ 2 പേരും മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അവള് പറയുന്നത്. അതേക്കുമ്പോ ഓക്കെ, എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവൻ വീണ്ടും ചോദിക്കുന്നു. ഉണ്ട്, ഞാൻ നിന്റെ സിസ്റ്ററാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ ഹാങ്കോക്കും വിട്ടുകൊടുക്കുന്നില്ല. നീ എന്റെ സിസ്റ്റർ ആണെന്നോ? ഒരിക്കലും അല്ല, അതൊരു കളവാണ്. നീ എന്റെ സിസ്റ്റർ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി അങ്ങനെ നീ എന്നെ കിസ് ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് സത്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ. നിനക്കത് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഈ കാര്യം ഉടനെ തന്നെ റയാൻ അറിയിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പറക്കാൻ തുടങ്ങി. എന്നാൽ മേരിയും വിടുന്നില്ല. അവളും വളരെ വേഗത്തിൽ അവന് പുറകെ പോവാണ്. അങ്ങനെ അവര് തമ്മിൽ പറന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവർ നേരെ ചെന്ന് വീഴുന്നത് സിറ്റിയുടെ നടുവിലേക്കാണ്. അങ്ങനെ താഴേക്ക് വീണ ഉടനെ തന്നെ വീണ്ടും മേരി അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. എന്നാൽ ഹാങ്കോക്ക് അവളെ വിടാൻ കൂട്ടാക്കുന്നില്ല. അവനും അവളുടെ പുറകെ പോകാൻ തുടങ്ങി. അത് കാണുന്ന മേരി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയൊരു ട്രക്ക് നിർത്തിയിട്ടുണ്ട്. അവൾ അതിങ്ങനെ പൊക്കിയെടുത്തിട്ട് അത് വെച്ചിട്ട് അവനൊരു അടി കൊടുക്കുകയാണ്. എന്നാൽ അടി കിട്ടിയ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ ആ ട്രക്കൊക്കെ പൊളിച്ചിട്ട് വേഗം പുറത്തേക്ക് ചാടി. ഇതും കൂടെ ആവുമ്പോൾ മേരിക്ക് വല്ലാണ്ട് ദേഷ്യം വരികയാണ്. അവളുടെ ആ ദേഷ്യം കാരണം അവിടെ മൊത്തം ചുഴലിക്കാറ്റുണ്ടാവുന്നുണ്ട്. അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ പേടിച്ചോടുകയാണ്. അങ്ങനെ അവിടെ കിടന്നിട്ട് അവർ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ അവിടെയുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ അവർ തകർത്ത് കളയുന്നുണ്ട്. മാത്രമല്ല ആ ഏരിയയിൽ തന്നെയാണ് റയാൻ ഇപ്പം നിൽക്കുന്ന ഓഫീസും ഉള്ളത്.
ആ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ആ ബിൽഡിംഗ് അവർ തകർത്ത് കളഞ്ഞു. അതിനുശേഷം അവർ നേരെ താഴേക്ക് വീഴാണ്. അങ്ങനെ താഴേക്ക് വീണ ഉടനെ തന്നെ ഹാങ്കോക്ക് അവളെ മുറുകെ പിടിച്ചു. അതിനുശേഷം കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ ഒന്ന് അടങ്ങ് മേരി, നിനക്കറിയോ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി നീയാണ്. ഞാനിപ്പം നിന്റെ പുറകെ വന്നത് ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് എനിക്ക് ഒന്നും ഓർമ്മയില്ലാന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് സത്യം പറ എന്നൊക്കെയാണ് ഹാങ്കോക്ക് പറയുന്നത്. എന്നാൽ ഈ സമയം തന്നെ ഇതെല്ലാം ബിൽഡിങ്ങിൽ നിന്നിട്ട് റയാനും കാണുന്നുണ്ട്. അപ്പൊ മേരി ഇവനെ പോലെ ഒരാളാണെന്ന് അറിയുമ്പോൾ അവനൊരു ഞെട്ടലായിരുന്നു. റയാൻ ഇപ്പൊ അവരെ കണ്ടത് മേരിയും കണ്ടു. അതുകൊണ്ട് തന്നെ അവക്കും നിരാശയായി. അങ്ങനെ റയാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി വീടിനകത്ത് നിൽക്കുമ്പോഴാണ് മേരിയും ഹാങ്കോക്കും അങ്ങോട്ട് വരുന്നത്. മേരി വന്ന ഉടനെ തന്നെ റയാന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇനി ഞാൻ നിങ്ങളോട് ഒന്നും ഒളിക്കുന്നില്ല, ഞാൻ ഇവനെ പോലെ തന്നെയാണ്, സ്ട്രോങ് ആണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ആൾക്കാരൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് പെയറായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ബാക്കി എല്ലാവരും പെയറായിട്ട് ജീവിച്ചിട്ട് അവരുടെ കാലം കഴിച്ചു. ഇപ്പൊ ഞങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്റെ ഭർത്താവാണ്. 3000 വർഷത്തിലേറെയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. പിന്നീട് ഞാൻ ഇവനിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. പക്ഷെ ഞാൻ എവിടെ പോയാലും ഇവൻ എന്റെ പുറകെ വരും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊന്നും ഓർമ്മയില്ലായിരുന്നു. പക്ഷെ എന്നെ ഫോളോ ചെയ്ത് വരിക എന്നുള്ളത് ഇവന്റെ വിധിയായിരുന്നു. ഇവന്റെ മാത്രമല്ല എന്റെയും വിധി അത് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോ അവരുടെ അടുത്ത് പറയുന്നത്. ഹാങ്കോക്കാണ് ഇവളുടെ ഹസ്ബൻഡ് എന്ന് അറിയുമ്പോൾ റയാനും അതുപോലെ ഹാങ്കോക്കിനൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഹാങ്കോക്ക് അവിടെ നിന്ന് ഇറങ്ങി. വല്ലാത്തൊരു നിരാശയുണ്ട് അവന്. അതുകൊണ്ട് തന്നെ അതൊക്കെ മറക്കാൻ വേണ്ടി അവൻ വീണ്ടും മദ്യം വാങ്ങാൻ വേണ്ടി ഒരു കടയിലേക്ക് പോവാണ്. ഈ സമയം അവൻ ആ കടയിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. അത് അവൻ നേരത്തെ ജയിലിലാക്കിയ ആൾക്കാരുണ്ടല്ലോ, അവന്മാരൊക്കെ ജയിലിൽ ചാടിയതായിട്ടാണ് ആ ന്യൂസിൽ പറയുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് അവൻ അവിടെ കാശ് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് ആ കടക്കാരൻ അവിടെ നിന്ന് പതർന്ന് അവൻ ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്നും ആരോ അയാളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നിൽക്കുന്ന ആ ടേബിളിന്റെ താഴ്ഭാഗം പൊളിച്ചതിന് ശേഷം അവിടെ ഒളിച്ചിരിക്കുന്ന കള്ളന്മാരെ മൊത്തം പിടിച്ച് പുറത്തേക്ക് ഇട്ടു. എന്നാൽ ഈ സമയത്താണ് ഒരു കള്ളൻ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവനൊരു ചോക്ലേറ്റ് എടുത്ത് എറിഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് തെറിപ്പിച്ച് കളഞ്ഞു. എന്നാൽ അതിനിടയിലാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. സാധാരണ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഏൽക്കാത്തതാണ്. എന്നാൽ ഇപ്പൊ ആ കള്ളൻ ഷൂട്ട് ചെയ്തപ്പോൾ അത് അവന്റെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല. അവനാണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ അവനെ എടുത്ത് ഹോസ്പിറ്റലിലാക്കി. അങ്ങനെ അവനെ ഹോസ്പിറ്റലിലാക്കിയതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മേരി അവനെ കാണാൻ വന്നു. ഈ സമയത്താണ് മറ്റ് ചില കാര്യങ്ങൾ കൂടെ മേരി അവന്റെ അടുത്ത് വെളിപ്പെടുത്തുന്നത്. അതായത് നേരത്തെ പറഞ്ഞല്ലോ ഇവർ പേഴ്സായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന്. ഈ മേരിയുടെ പേര് ഈ ഹാങ്കോക്ക് ആയിരുന്നു. അവർ തമ്മിൽ 3000 വർഷത്തോളം ജീവിച്ചു. പക്ഷെ ഇവർ ഒരുമിച്ചുള്ള സമയത്ത് ഇവരുടെ പവറുകളൊക്കെ കുറഞ്ഞു വരും. അങ്ങനെ പവറുകളൊക്കെ ഇല്ലാതായി പിന്നീട് അവർ സാധാരണ മനുഷ്യന്മാരെ പോലെ ജീവിച്ച് മരിക്കേണ്ടി വരും. ഇതാണ് ഇവരുടെ ഒരു വിധി. ബാക്കിയുള്ളവരെല്ലാവരും മരിച്ച അങ്ങനെയാണ്. എന്നാൽ മേരിയും ഹാങ്കോക്ക് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ കാലത്തെ കുറെ ആൾക്കാർ മേരി ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഹാങ്കോക്കാണ് അവളെ രക്ഷിച്ചത്. 3 തവണ അവൻ അവളെ രക്ഷിച്ചു. എന്നാൽ 4ാമത്തെ തവണ അവളെ രക്ഷിക്കുമ്പോഴാണ് അവന് തലയ്ക്ക് പണി കിട്ടുന്നത്. അതിനുശേഷം അവൻ ഹോസ്പിറ്റലായി. പിന്നീട് അവന് ബോധം വന്നപ്പോൾ അവനൊന്നും ഓർമ്മയില്ലായിരുന്നു. മേരി ആണെങ്കിൽ ആ സമയത്ത് അവനെ ഒന്നും ഓർമ്മിപ്പിക്കാനും പോയില്ല. ഇനി അവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് പണിയാണെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ അവനെ വിട്ടു പോകുന്നതാണ്. അങ്ങനെ 80 വർഷങ്ങളായിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ പവറുകളുള്ളത്. ഇപ്പൊ അവർ വീണ്ടും ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഇപ്പൊ അവന് വെടിയേക്കാനും കാരണം. ഈ കാര്യങ്ങളൊക്കെയാണ് മേരി ഇപ്പൊ ഹാങ്കോക്കിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അവൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കള്ളന്മാരൊക്കെ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ഹാങ്കോക്കിന് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അപ്പോഴേക്കും മേരി ഹാങ്കോക്കിനെ കവർ ചെയ്ത് നിന്നു. അതുകൊണ്ട് തന്നെ വെടി മൊത്തം കൊണ്ടത് മേരിക്കാണ്. ഈ സമയം ഹാങ്കോക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ കിടന്നിരുന്ന ആ ബെഡ് എടുത്തിട്ട് ആ കള്ളന്മാർക്ക് നേരെ ഒരൊറ്റ എറി വെച്ച് കൊടുത്തു. അവന്മാരാണെങ്കിൽ അവിടെ നിന്ന് തെറിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ മേരി അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം അവൻ നേരെ ആ കള്ളന്മാരുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇപ്പൊ മേരി അവൻ ഒരേ സ്ഥലത്തായതുകൊണ്ട് അവന് വേണ്ടത്ര പവർ ഇല്ല. അതുകൊണ്ട് തന്നെ അവന് മര്യാദയ്ക്ക് അവന്മാരോട് ഫൈറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഇതേ സമയം തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിൽ മേരിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹാങ്കോക്ക് അടുത്തുള്ളതുകൊണ്ട് ഡോക്ടർമാർക്ക് അവളെ രക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ കാര്യം അറിയാതെ അവരാണെങ്കിൽ അതിനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയവും ഹാങ്കോക്കും കള്ളന്മാരും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ലീഡറിനെ ഒഴികെ ബാക്കിയുള്ള കള്ളന്മാരെയൊക്കെ അവനിടിച്ച് വെളിയിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ ആ ലീഡർ മാത്രമേ ബാക്കിയുള്ളൂ. ഹാങ്കോക്ക് ആണെങ്കിൽ വല്ലാതെ തളർന്നിട്ടുണ്ട്. എന്ത് കാണിച്ചിട്ടും അവൻ ആ ലീഡറിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവസാനം അവൻ ആ ലീഡറിന് മുമ്പിൽ വീഴാണ്. എന്നാൽ ഈ സമയത്ത് ലീഡർ അവനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് റയാൻ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആ കള്ളന്റെ മറ്റേ കൈയും കൂടെ വെട്ടിക്കളഞ്ഞു. അതിനുശേഷം അവൻ ഇടിച്ച് താഴേക്കിടാണ്. ഈ സമയം തന്നെ ഡോക്ടർമാരാണെങ്കിൽ അവളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ മേരിക്ക് പണിയാണ് എന്ന കാര്യം ഹാങ്കോക്കിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് ചാടുകയാണ്. അവൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ദൂരേക്ക് പോകും തോറും മേരിക്ക് ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കുറെ അവിടെ നിന്ന് പോയതിനു ശേഷം അവൻ ഒരൊറ്റ ചാട്ടത്തിന് നേരെ ചന്ദ്രനിലേക്കാണ് പോകുന്നത്. അവൻ ചന്ദ്രനിലേക്ക് എത്തിക്കഴിഞ്ഞതും മേരി ആണെങ്കിൽ നോർമൽ അവസ്ഥയിലേക്ക് ആവുകയും ചെയ്തു.
അങ്ങനെ 1 മാസങ്ങൾ കഴിഞ്ഞു. മേരിയും റയാനും ഇപ്പൊ പഴയതുപോലെ തന്നെ അവരുടെ ജീവിതം ആരംഭിച്ചിട്ടുണ്ട്. അവരിപ്പോ സിറ്റിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഈ സമയത്താണ് ഹാങ്കോക്ക് അവനെ വിളിക്കുന്നത്. അവനിപ്പം അങ്ങ് ദൂരെ മറ്റൊരു സിറ്റിയിലാണുള്ളത്. ഹാങ്കോക്ക് അവനെ വിളിച്ചതിന് ശേഷം പറയുന്നത് നീ ഒന്ന് മുകളിലേക്ക് നോക്കുന്നതാണ്. അവര് നോക്കുമ്പോൾ ആ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ചന്ദ്രനിലായിട്ട് ഹാങ്കോക്ക് റയാന്റെ ആ ഓൾ ഹാർട്ട് സിമ്പിൾ വരച്ചു വെച്ചിരിക്കുകയാണ്. അത് കാണിച്ചതിന് ശേഷം അവൻ പറയുന്നത് ഇനി അങ്ങോട്ട് ലോകം രക്ഷിക്കാനുള്ള നിന്റെ പരിപാടികളൊക്കെ തുടരാന്നാണ്. അത് കേൾക്കുന്ന റയാനാണെങ്കിൽ വളരെ സന്തോഷത്തോടെ മേരി ഒന്ന് കിസ് ചെയ്യുന്നു. അങ്ങനെ ആ കോള് കട്ട് ചെയ്തതിനു ശേഷം ഹാങ്കോക്ക് അവിടുന്ന് പറക്കാൻ തുടങ്ങി. അതെ, ഒരു യഥാർത്ഥ സൂപ്പർ ഹീറോ ആയിട്ട് അവന്റെ അടുത്ത കാര്യങ്ങൾക്കായിട്ടുള്ള യാത്രയിലാണ് അവൻ. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.